ഞാനൊരു സബ് ഇൻസ്പെക്ടറാണ്. കഴിഞ്ഞ മാസം റിട്ടയർഡായി. അപ്പം റിട്ടയർഡ് ടൈമിന് വീട്ടിൽ നിന്ന് ഉറങ്ങുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചൂണ്ടയിടാൻ ഇറങ്ങിയതാണ്. ഗ്രാമീണ ഭംഗി നിറഞ്ഞ കായലും കരയിലുമുള്ള വൃക്ഷലതാദികളുടെ സൗന്ദര്യം നുകർന്നുകൊണ്ടും ശരിക്കും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി വളർന്നു വരുന്ന പൂച്ചാക്കലെ ഉളവയ്പ്പ് ഗ്രാമം. ആ ഗ്രാമത്തിൽ ഇന്ന് ഒരു അപൂർവ മത്സരം നടന്നു. ചൂണ്ടയിടൽ മത്സരം. കൊച്ചുകുട്ടി മുതൽ മുത്തശ്ശിമാർ, 80 വയസ്സ് കഴിഞ്ഞ മുത്തശ്ശിമാർ വരെ ഇതിൽ പങ്കെടുത്തു. കൂടാതെ ഒരു സബ് ഇൻസ്പെക്ടറായ വനിത. അങ്ങനെ എന്തുകൊണ്ടും പ്രത്യേകതയുള്ളതായിരുന്നു ഇന്നത്തെ മത്സരം. 1 മണിക്കൂറായിരുന്നു മത്സരത്തിൻ്റെ ദൈർഘ്യം. കാരിയും കൂരിയും കരിമീനുമൊക്കെ എല്ലാവരും പിടിച്ചു. വെയിൽ മാറി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ചൂടുണ്ടായിരുന്നു. എങ്കിലും അവർ ആ വെയിലത്ത് നിന്ന് 2ഉം 3ഉം അങ്ങനെ മത്സ്യങ്ങൾ പിടിച്ചു കൂട്ടി. 3 മത്സ്യം പിടിച്ച വ്യക്തി തിരഞ്ഞെടുക്കപ്പെട്ടു. നമുക്ക് ആ മത്സരം ഒന്ന് കണ്ടാലോ? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ആണോ? ജയിക്കോ മത്സരം? ഫസ്റ്റ് കിട്ടുമോ? ഇതിന് പോയിട്ടുണ്ടോ? മത്സരത്തിന് പോയിട്ടുണ്ടോ? ആണോ? ആ ശരി. ആ ചൂണ്ടൽ മത്സരം ആദ്യമാണല്ലേ? പേരെന്താ? നമ്മുടെ വീടോടെ അപ്പോൾ ഫസ്റ്റ് മേടിക്കാൻ പ്ലാനാ അല്ലേ? ഫസ്റ്റ് മേടിക്കാൻ തീരുമാനിച്ചു. ആ ശരി. കേരളത്തിലെ നവോത്ഥാന നായകന്മാരുടെ പേരിൽ 2026 റിനൻസ് കപ്പ് ജലോത്സവം ഉളവയ്പ്പ് കുഴപ്പക്കായലിൽ നടക്കുന്നതിന് മുന്നോടിയായിട്ടാണെന്ന് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ അഖില കേരള ചൂണ്ടയിടൽ മത്സരം നടക്കുന്നത്. ഈ ചൂണ്ടയിടൽ മത്സരത്തിനൊരു പ്രത്യേകതയുണ്ട്. കാരണം കേരളത്തിൻ്റെ പരമ്പരാഗതമായ ഒരു ചൂണ്ടയിടൽ മത്സരം ഇപ്പോൾ ജനങ്ങളുടെ ആകെ കേരളക്കരെ ആകെ ഒരു ആഘോഷമാണ്. ഒരു പ്രൊഫഷണലിസം കൊണ്ടുവന്നിരിക്കുകയാണ് ചൂണ്ടയിടൽ. അപ്പോൾ അത് നിന്നു പോകാതിരിക്കാൻ വേണ്ടി തന്നെയുള്ള ഒരു കായികമേളയായിട്ട് നിലനിർത്താൻ കൂടിയാണ് ഞങ്ങൾ ഈ ചൂണ്ടയിടൽ ഇവിടെ കൊണ്ടുവന്നത്. ഏകദേശം 80-ലധികം ആൾക്കാരിപ്പോൾ പങ്കെടുത്തു. 1ാം സമ്മാനം 10,001 രൂപയും 2ാം സമ്മാനം 7,500 രൂപയും 3ാം സമ്മാനം 5,000 രൂപയും 4ാം സമ്മാനം 2,500, 5ാം സമ്മാനം 1,001 രൂപയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ആദ്യമായിട്ട് ഈ സംഭവം ഇവിടെ ആദ്യമായിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ അതിനുശേഷം ജലോത്സവത്തിന് മുന്നോടിയായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആ ജലോത്സവത്തിന് മുന്നോടിയായിട്ട് ഞങ്ങൾ ചെയ്യുമ്പോൾ അത് വളരെ ഗംഭീരമായിട്ട് തന്നെ ഇപ്പോൾ നടന്നത്. ജലോത്സവം എന്ന് വെച്ചാൽ ഓഗസ്റ്റ് 30, ഈ ഓഗസ്റ്റ് 30-നാണ് നടക്കുന്നത്. 12 ജലരാജാക്കന്മാരാണ് ഇവിടെ ഏറ്റുമുട്ടുന്നത്. അപ്പോൾ ഇവിടെ റിനൈസൻസ് കപ്പ് 2026 അത് നവോത്ഥാന കപ്പാണ്. കേരളത്തിലെ നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരു, മന്നത്ത് പത്മനാഭൻ, അയ്യൻകാളി, അതുപോലെ തന്നെ പണ്ഡിറ്റ് കറുപ്പൻ, അതുപോലെ തന്നെ അബ്ദുൽ ഖാദർ മൗലവി, അതുപോലെ തന്നെ ചവറ കുര്യാക്കോസ് അച്ഛൻ എന്നിവരുടെ നാമധേയത്തിലുള്ള നവോത്ഥാന കപ്പിന് വേണ്ടിയുള്ള മത്സരമാണ് 2026 ഓഗസ്റ്റ് 30-ന്. അതിനു മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ പരിപാടി. 1 മണിക്കൂറാണ് സംഘടിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ മീൻ 1 മണിക്കൂറിനുള്ളിൽ പിടിക്കുന്ന വ്യക്തിക്കാണ് ഫസ്റ്റ് പ്രൈസ്. ആ 1 മണിക്കൂറിനുള്ളിൽ ഒരേപോലെ മീൻ പിടിച്ചാൽ അത് നമ്മൾ തൂക്കത്തിൽ നിർണ്ണയിക്കും. അതാണിത്. ഒരേ സമയത്ത് തൂക്കത്തിൽ ഏറ്റവും കൂടുതൽ തൂക്കമുള്ള ആൾക്ക് ഫസ്റ്റ് പ്രൈസ് കൊടുക്കും. കപ്പിന് വേണ്ടിയുള്ള വള്ളംകളി മത്സരം അരങ്ങേറാൻ പോകുന്നു. നമ്മുടെ സാമൂഹിക നവോത്ഥാന നായകന്മാരുടെ എല്ലാവരുടെയും പേരിൽ ആരംഭിക്കാൻ പോകുന്ന ഈ വള്ളംകളി മത്സരത്തിന് മുന്നോടിയായി ഇതുവരെ ഒരിടത്തും കേൾക്കാത്ത ഒരു മത്സരം, അല്ലെങ്കിൽ നമ്മുടെ നാട് ഒരിക്കലും കേൾക്കാത്ത പരിചയപ്പെടാത്ത ഒരു മത്സരമാണ് ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. അഖില കേരള ചൂണ്ടയിടൽ മത്സരം. വളരെ പുതുമയുള്ള, വളരെ കൗതുകമുള്ള ഈ മത്സരം കാണാനും അതിൽ പങ്കെടുക്കുന്നവരെ നേരിട്ട് കാണാനും അഭിനന്ദിക്കാനും ഒക്കെയാണ് ഞാനും പഞ്ചായത്ത് പ്രസിഡന്റും വളരെ നേരത്തെ ഇവിടെ എത്തിയത്. നമുക്ക് ടൂറിസത്തിലേക്കുള്ള അനന്ത സാധ്യതകൾ തുറക്കുന്ന കൊച്ചു കൊച്ചു പരിപാടികളിലൂടെ നമ്മുടെ ഉളവയ്പ്പ് ഗ്രാമം വളരുകയാണ് ലോക ഭൂപടത്തിലേക്ക് തന്നെ. വലിയ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഈ ടൂറിസത്തിലേക്ക് ചുവടുവെക്കുന്ന ഈ പുതിയ വ്യത്യസ്തമായ ഈ മത്സരം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നാളുകളിൽ നമ്മുടെ നാട് ഒരുപാട് ആളുകളെ ആകർഷിക്കുന്ന സജീവമായ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി വളരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്
ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാ ആശംസകളും നേരുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട ഉളവയ്പ് ജലോത്സവത്തിന്റെ മുന്നോടിയായി നടക്കുന്ന അഖില കേരള ചൂണ്ടയിടൽ മത്സരം ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഏറ്റവും ബഹുമാനിയായ അഡ്വക്കേറ്റ് VR രജിത ടീച്ചർ, നമുക്കിവിടെ സ്വാഗതം ആശംസിച്ച ഉളവയ്പിലെ കരുത്തനായ നേതാവ്, പേരറിയില്ലാത്തോണ്ടാട്ടാ നേതാവ്, അതേപോലെ തന്നെ ഉളവയ്പിലെ ചുണക്കുട്ടികളായ മിടുക്കന്മാരെ, ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇപ്പം ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഇതുവരെ കേൾക്കാത്ത കാണാത്ത ഒരു ചൂണ്ടയിടൽ മത്സരമാണ് ഇന്നിവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം 2 മണി പറഞ്ഞ സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്ന ഞാനും ടീച്ചറും. അപ്പൊ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാ കുട്ടികളും അതെ ഫോണിൻ്റെതായ ആ ഒരു ലോകത്താണ് കുഞ്ഞുങ്ങൾ എല്ലാവരും. അതിൽ നിന്നൊക്കെ ഒരു മോചനം നേടുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള ഓരോ മത്സരങ്ങൾ നടത്തുന്നതിന് ഉളവയ്പിലെ ചുണക്കുട്ടന്മാർ ഏറ്റെടുത്ത ഈ പ്രവൃത്തി ഇനിയും കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഉളവയ്പിലെ കാർണിവൽ ഏറ്റവും ശ്രദ്ധേയമായ, രാജ്യത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പരിപാടിയാണ് ഓരോ വർഷവും ഉളവയ്പിൽ നടത്തപ്പെടുന്നത്. അപ്പം 30-ാം തീയതി നടക്കുന്ന വള്ളംകളിയുടെ മുന്നോടിയായി നടക്കുന്ന ഈ ചൂണ്ടയിടൽ മത്സരത്തിന് ഉളവയ്പിലെ എല്ലാ നിവാസികളോടും, ഉളവയ്പിലെ ഇതിന് നേതൃത്വം വഹിക്കുന്ന ഇതിന്റെ സംഘാടകരോടും എല്ലാം അതിവാശിയേറിയ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 5:27 കുട്ടപ്പിന്റെ മൊബൈലിൽ കാണുന്നത്. വെറും 3 മിനിറ്റ് മാത്രം ഇനി നമുക്ക് ബാലൻസ് ഉണ്ട്. ഈ സമയത്ത് ഏത് മന്ത്രമാണ് ചൊല്ലിയെങ്കിൽ മത്സ്യമന്ത്രം ചൊല്ലിക്കൊണ്ട് അവരുടെ ചൂണ്ടയിലേക്ക് മത്സ്യത്തെ ആകർഷിച്ചുകൊണ്ട് കാക്കനാട് സെസ്സിൽ. ഞാനും പോലീസിൽ പെൻഷൻ പറ്റിയ ആളാണ്. ഇതൊരു രസത്തിന് കാക്കനാട് സെസ്സിൽ ശരി. ഒരു SI ആയിരുന്നല്ലേ? റിട്ടയർഡായി കഴിഞ്ഞ മാസം. അപ്പൊ മുമ്പ് ചൂണ്ടിടാറുണ്ടായിരുന്നു? ആ വീട്ടില് ഒക്കെ ചൂണ്ടിടാറുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അടുത്ത തൊട്ട് പുറയില് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയായിരുന്നു അല്ലേ? അന്നേരമൊക്കെ മീൻ കിട്ടും. രസമല്ല, വിഷം ചേർക്കാത്ത സ്വന്തം നല്ല ജീവനുള്ള മീൻ കിട്ടിയാൽ മത്സരത്തിൽ വിജയിക്കാൻ തീരുമാനം. വിജയിക്കെങ്കിൽ വിജയിക്കട്ടെ, ഇതൊരു രസമല്ല. എല്ലാവരും ഉണ്ട്, എല്ലാവരും ഒക്കെ വിജയിക്കട്ടെ, എല്ലാവർക്കും കിട്ടട്ടെ. മത്സര വള്ളംകളിയാണ്. ചേർത്തല താലൂക്കിൽ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു മത്സരം സംഘടിപ്പിക്കുന്നത്. ഈ മത്സരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടിനെ തന്നെ, നമ്മുടെ പഞ്ചായത്തിനെ തന്നെ ടൂറിസത്തിന്റെ മേഖലയുമായി ബന്ധപ്പെട്ടത് ഒരു വലിയ സാധ്യത ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പരിപാടി നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്.